ഹായ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കിട്ടിയിട്ടുള്ളത് നമുക്ക് ബീഫാണ്. ബീഫ് എന്നിട്ട് വെക്കാൻ പോകുന്നത്. നമുക്കിന്ന് ഞായറാഴ്ച സ്പെഷ്യൽ ബീഫ്. അപ്പം എൻ്റെ വീഡിയോ എല്ലാവരും കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, മറക്കരുത്. അപ്പോൾ നമുക്കിന്ന് ബീഫ് കഴിച്ചത്. അപ്പോൾ ഇതേ നന്നായി ഇതേ കഴുകാൻ പോവാണ് ബീഫ്. അപ്പോൾ ഒരു 6-7 വട്ടം ഞാൻ ഇതേ കഴുകിയിട്ടുണ്ട് കേട്ടോ ബീഫ്. എന്നിട്ട് വെള്ളം വാരാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള സബോള, ഇഞ്ചി, പച്ചമുളക്, വേപ്പിലയൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. കൂടെ നമുക്കൊരു തക്കാളിയും കൂടി വേണം കേട്ടോ. അപ്പോൾ സബോള ഞാനൊരു പകുതി സബോളയാണ് എടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അതിലേക്ക് തക്കാളിയൊക്കെ അരിഞ്ഞ് വെക്കാം. അങ്ങനെ വെള്ളം വാരാൻ വെച്ച ബീഫിലേക്ക് നമുക്ക് ഈ അരിഞ്ഞ് വെച്ചതൊക്കെ ഇട്ട് കൊടുത്ത്, പിന്നെ നമുക്ക് ഒരു തുണ്ട് വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുത്ത് ബാക്കിയുള്ള പൊടികളൊക്കെ നമുക്ക് ഇനി ഇട്ട് കൊടുക്കാം. നമ്മുടെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, പിന്നെ നമ്മുടെ ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായി കൈ വെച്ച് നന്നായി തിരുമ്പി വയ്ക്കാം കേട്ടോ. കൈ കൊണ്ട് തിരുമ്പിയാൽ അതിൻ്റെ ഒരു ഇത് കിട്ടുള്ളൂ നമുക്ക്. അപ്പം നന്നായി വേപ്പിലൊക്കെ ഇട്ട് നമുക്ക് നന്നായി കൈ കൊണ്ട് തിരുമ്പാം. തിരുമ്പിയൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കറിലേക്ക് ഇടാം. കുക്കറിലേക്ക് ഇട്ട് ഒരു 6-7 വിസിലടിക്കണം കേട്ടോ. വിസിൽ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് അത് കാച്ചാനുള്ള ഉള്ളിയൊക്കെ നമുക്ക് നന്നാക്കി വയ്ക്കാം. അപ്പോൾ ഈ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ എടുത്ത് വേപ്പിലയൊക്കെ എടുത്ത് നന്നായി കഴുകി ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് കാച്ചാം. അപ്പോൾ ബീഫ് പാകമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് നേരത്തെ ചതച്ച് വെച്ചതൊക്കെ നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. അത് വഴഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി ഇട്ടു. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പൊടികൾ ചേർക്കാം കേട്ടോ. അപ്പോൾ എല്ലാം മിക്സ് ചെയ്ത് വെക്കുകയാണ്. നന്നായി വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ കുറവാന്ന് തോന്നിയാൽ നമുക്ക് ആ ബീഫിൻ്റെ ആ ഗ്രേവിയിൽ ആ ബീഫിൻ്റെ ആ നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരം പിന്നെ നമുക്ക് ആ ഗ്രേവിയിലൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം മുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഗരം മസാല ഇതൊക്കെ ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. കുറച്ചും കൂടി ഗ്രേവി ആ നെയ്യ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൽ കിടന്നൊന്ന് മസാലയൊക്കെ ഒന്ന് മൂക്കട്ടെ. അപ്പോൾ നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതൊക്കെ ആയപ്പോൾ പിന്നെ നമുക്ക് വേവിച്ച് വെച്ച ബീഫ് നമുക്ക് അതിലിട്ട് കൊടുക്കാം. ബീഫ് അതിൽ കിടന്നൊന്ന് നന്നായി നമുക്ക് മിക്സ് ചെയ്തൊന്ന് തിളപ്പിക്കാം. ഒന്നും കൂടി അതിപ്പോൾ കുറുങ്ങും. അങ്ങനെ കുറുങ്ങിയൊക്കെ സെറ്റായിട്ടുണ്ടാവും. അങ്ങനെ നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പാകത്തിന് ഉപ്പും എരിവും ഒക്കെ ഇട്ട് കൊടുത്ത് സെറ്റായിട്ടുണ്ട് ബീഫ്. നമുക്ക് 2 വേപ്പിലും കൂടി അതിന് മുകളിൽ വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബീഫ് സെറ്റായി. അപ്പം ഞാൻ വിചാരിച്ചു 2 ബ്രെഡ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ബ്രെഡ് എടുത്തിട്ട് ബീഫും കൂട്ടി കഴിക്കുന്നത് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, ബീഫും ബ്രെഡും കൂടി കഴിച്ചപ്പം. അപ്പോൾ ഇതൊന്നും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ടാറ്റാ.